ഇന്ന് സംസ്ഥാനത്ത് 12 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ആരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടില്ല. പോസിറ്റീവായത് കണ്ണൂർ 5, മലപ്പുറം 3, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് 1 വീതം. ഇന്ന് പോസിറ്റീവായ എല്ലാ കേസുകളും പുറത്തുനിന്ന് വന്നതാണ്. വിദേശത്തു നിന്ന് വന്ന 4 പേര്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 8 പേര്, അതിൽ 6 പേര് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്നൊരാൾ, തമിഴ്നാട്ടിൽ നിന്നൊരാൾ. ഇതുവരെ 642 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 142 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 72,000 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. വീടുകളിൽ 71,545 പേർ, 455 പേർ ആശുപത്രികളിൽ. ഇന്ന് മാത്രമായി 119 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 46,958 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 45,527 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. 33 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പാലിറ്റി, ചൊക്ലി, മയ്യിൽ പഞ്ചായത്തുകൾ. കോട്ടയത്ത് കോരിത്തോട് പഞ്ചായത്ത്. ഇതാണ് പുതിയ ഹോട്ട്സ്പോട്ടുകളായത്. ഇതിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കും. ഇന്നാകെ 1,297 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ, ക്വാറൻറ്റൈൻ, റിവേഴ്സ് ക്വാറൻറ്റൈൻ ഇവയെല്ലാം കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇന്നത്തെ റിസൾട്ട് നൽകുന്നത്. കേരളം പുതിയ രോഗികളുടെ എണ്ണം വർദ്ധിക്കാതെ പിടിച്ചു നിന്നിരുന്നു. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. അടുത്ത ഘട്ടം സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനമാണ്. ഇതുവരെ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നവരുടെ എണ്ണം പരിമിതമാണ്. അപ്പോൾ ഭയപ്പെടേണ്ടത് സമ്പർക്കത്തെ തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകർ, പ്രായാധിക്യമുള്ളവർ, ക്വാറന്റൈനിലുള്ളവർ തുടങ്ങിയ രോഗസാധ്യതയുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരെ ടെസ്റ്റ് ചെയ്യുന്നത്
അതായത് പ്രായാധിക്യമുള്ളവരെയും ക്വാറന്റൈനിലുള്ളവരെയും ആരോഗ്യ പ്രവർത്തകർ ടെസ്റ്റ് ചെയ്യുന്നത് രോഗബാധ എത്രത്തോളം സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാനാണ്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 5630 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 5340 നെഗറ്റീവായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിശോധനയിൽ ഇതേവരെ കേവലം 4 പേർക്ക് മാത്രമാണ് രോഗമുണ്ടെന്ന് കണ്ടത്. ഇതിനർത്ഥം കോവിഡ് രോഗത്തിൻ്റെ സാമൂഹ്യ വ്യാപനം കേരളത്തിൽ നടന്നിട്ടില്ല എന്നാണ്. ശാരീരിക അകലം പാലിക്കുക, ആവർത്തിച്ച് കൈ കഴുകുക, മാസ്ക് ധരിക്കുക, ഇങ്ങനെയുള്ള ബ്രേക്ക് ദ ചെയിൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും ക്വാറന്റൈൻ കൃത്യമായി നടപ്പാക്കുന്നതിലും നമ്മൾ മുന്നേറിയെന്നാണ് നമ്മുടെ അനുഭവം. സംസ്ഥാനത്ത് ഇതുവരെ 74,426 പേർ കര, വ്യോമ, നാവിക മാർഗങ്ങളിലൂടെ കോവിഡ് പാസുമായി എത്തിയിട്ടുണ്ട്. ഇവരിൽ 44,712 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ്. റോഡ് വഴി എത്തിയത് 63,239 പേരാണ്. വിമാനം വഴി വന്നവരിൽ 53 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധയുണ്ടായത്. കപ്പലിലെത്തിയ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. റോഡ് വഴി വന്നവരിൽ 46 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി ഇതേവരെയുള്ള കണക്ക്. ഇതുവരെ 26 വിമാനങ്ങളും 3 കപ്പലുകളിലുമായാണ് ഇന്നലെ വരെ വന്നത്. എത്തിയ 6,054 പേരിൽ 3,305 പേരെ സർക്കാർ വക ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് അയച്ചു. ഹോം ഐസൊലേഷനിൽ 2,749 പേര്, ആശുപത്രികളിലേക്ക് 123 പേരെയും മാറ്റി. ഇത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ തുടർച്ചയായി എത്തുമ്പോൾ സ്വാഭാവികമായും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ തീവ്രതയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിത്തരത്തിൽ വിശദമായി പറയുന്നത് ധാരണാപിശക് കൊണ്ട് ഒരാളിലും അലംഭാവം ഉണ്ടായിക്കൂടാ എന്നത് ഉറപ്പുവരുത്താനാണ്. അത്തരത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സുരക്ഷയുണ്ടാകണം എന്നത് തന്നെയാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിലർ വളച്ചൊടിക്കുന്നത് കണ്ടു. അതിൽ സഹതാപ് മാത്രമേ ഉള്ളൂ. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ രാജ്യത്താകെ ലഘൂകരിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചുള്ള ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത്. നാട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആദ്യം എത്തേണ്ട ആളുകളെ കൃത്യമായി തന്നെ വേർതിരിച്ചിട്ടുണ്ട്. ഗർഭിണികൾ,
രോഗബാധിതർ, കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആദ്യം എത്തേണ്ടത്. അതിനനുസരിച്ചാണ് സർക്കാരുകൾ ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ അത്ര അത്യാവശ്യമല്ലാത്ത പലരും ഈ സംവിധാനത്തിൻ്റെ പ്രയോജനം പറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി മുൻഗണന ലഭിക്കേണ്ടവർ കുടുങ്ങിപ്പോകുന്നു. ഈ അവസ്ഥ ഒഴിവാക്കാനാവണം. അതിന് ഔദ്യോഗിക സംവിധാനങ്ങളുമായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണ് വേണ്ടത്. ആരും ഇപ്പോഴുള്ളിടത്ത് തന്നെ അനന്തമായി കുടുങ്ങിക്കിടക്കാൻ പോകുന്നില്ല. അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ ക്രമാനുഗതമായി ഒരുങ്ങുന്നുണ്ട്. പ്രയാസങ്ങളുണ്ടാകാം. എന്നാൽ അനാവശ്യമായ തിക്കും തിരക്കും അപകടം ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്ത് ഇക്കാലത്ത് എത്തുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ആരോഗ്യ തദ്ദേശ വകുപ്പുകളും പോലീസും സൂക്ഷിക്കണം. വാഹനങ്ങളിൽ ആളുകളെ കുത്തി നിറച്ചുള്ള യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗുണം ചെയ്യില്ല. ലോക്ക്ഡൗൺ ഇളവുകൾ വന്നപ്പോൾ പൊതുവെ ചലനാത്മകതയുണ്ടായത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ അയഞ്ഞു പോകുന്നതിലേക്ക് ഇതെത്താനും പാടില്ല. നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും വാർഡ് തല സമിതികളുടെയും ഇടപെടൽ പ്രധാനമാണ്. തുറന്ന മനസ്സോടെ, അർപ്പണബോധത്തോടെ എല്ലാവരും പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. ചെക്ക് പോസ്റ്റുകളിലും ആശുപത്രികളിലും PPE കിറ്റുകളും മാസ്കും മറ്റും ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. മരുന്ന് ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടിടത്ത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. റോഡരികിൽ തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചിലതിൽ റെസ്റ്റോറൻറ്റ് മാതൃകയിൽ ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ പതിവായിട്ടുണ്ട്. ഇത് അനുവദിക്കാൻ പറ്റുന്ന പ്രവണതയല്ല. പാർസൽ ഭക്ഷണമേ സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ചില സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നതായി പറയുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന മുറക്ക് മാത്രമാണ് ട്യൂഷൻ തുടങ്ങാൻ അനുവാദമുണ്ടാവുക. നിർബന്ധമാണെങ്കിൽ ഓൺലൈൻ വഴി ട്യൂഷനാകാം. ആശുപത്രികളിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കും. തിക്കിത്തിരക്കി രോഗികളും സഹായികളും എത്തുന്നതും സാമൂഹ്യ അകലം പാലിക്കാത്തതും ആശുപത്രികളിലാകുമ്പോൾ
വലിയ പ്രതിസന്ധിക്കാനിടയാക്കുക. അടിയന്തര ഇടപെടൽ ആരോഗ്യവകുപ്പിൽ നിന്നും അക്കാര്യത്തിലുണ്ടാകും. എയ്ഡ്സ് ബാധിതരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നം പരിഹരിക്കും. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇതിലുടനെ ഇടപെടണം. തുണിക്കടകൾക്ക് പൊതുവെ അനുവാദം നൽകിയിട്ടുണ്ട്. ഒന്നിലധികം നിലകളുള്ള കടകൾക്കും പ്രവർത്തിക്കാം. കടകൾ തുറന്നപ്പോൾ കാണുന്ന ഒരനുഭവം, ചിലയിടങ്ങളിൽ ചെറിയ കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിനെത്തുന്നുണ്ട്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിനെത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. തുണിയുടെ മൊത്ത വ്യാപാര കടകളുണ്ട്. ആ കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. പരീക്ഷകൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും ബസ്സുകൾ ഉൾപ്പെടെ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിരവധി ഫോട്ടോ സ്റ്റുഡിയോകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ എല്ലാം പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായ പല ആവശ്യങ്ങൾക്കും അപേക്ഷ നൽകാനും മറ്റും ഫോട്ടോ ആവശ്യമുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോകൾക്ക് പ്രവർത്തന അനുവാദം നൽകുന്നതാണ്. കേരളത്തിലേക്കുള്ള പ്രത്യേക നോൺ AC ട്രെയിൻ നാളെ വൈകിട്ട് 6-ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. 1304 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 971 പേർ ഡൽഹിയിൽ നിന്നാണ്. 333 പേർ UP, ജമ്മുകാശ്മീർ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ്. ബാംഗ്ലൂരിൽ നിന്ന് മറ്റന്നാൾ മുതൽ ദിവസേന നോൺ AC ചെയർ കാർ ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ട് 300ഓളം അതിഥി തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ബഹളം വെച്ച സംഭവമുണ്ടായി. UP, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവർ റെയിൽപാളത്തിലൂടെ നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പോലീസും മറ്റും അനുനയിപ്പിച്ച് അവരെ KSRTC ബസ്സുകളിൽ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചയച്ചു. ഇതുപോലുള്ള ചില സംഭവങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ DYSP തലത്തിലെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ക്ഷേമത്തിനായി സർക്കാരും ജനമൈത്രി പോലീസും സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. മടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് നാട്ടിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന മുറക്ക് തിരിച്ചു പോകാമെന്നും അവരെ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഒറീസയിലേക്ക്
17 സൈക്കിളുകളിലായി പോകാൻ ശ്രമിച്ച ഒരു സംഘം അതിഥി തൊഴിലാളികളെ പോലീസ് ഇടപെട്ട് തടയുകയും ക്യാമ്പുകളിലേക്ക് തിരികെ അയക്കുകയുമുണ്ടായി. ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന മുറക്ക് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കും. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസ് രൂപം നൽകിയ ടാസ്ക് ഫോഴ്സിൻ്റെ ചുമതല ദക്ഷിണമേഖല IG ഹർഷിത അത്തല്ലൂരിക്ക് നൽകി. മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച മാസ്ക് ഇൻ ദ മാസ്ക് എന്ന ക്യാമ്പയിൻ കൂടുതൽ പുതുമകളോടെ തുടരും. ഇന്ന് സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 2036 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 14 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് നീറ്റ് ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകൾ എഴുതാനാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ജൂലൈ 26-നാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ. യാത്രാ വിലക്കുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടെത്തി പരീക്ഷ എഴുതൽ പ്രയാസമാകും. കൂടുതൽ മലയാളികൾ ജീവിക്കുന്ന UAE-യിലും ഇതര ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ തുറന്ന് ഈ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കത്ത് വഴി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളീയരെ സഹായിക്കാൻ 1 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി KSFE നടപ്പാക്കും. ആദ്യ 4 മാസത്തേക്ക് പലിശ നിരക്ക് 3% തുടർന്ന് സാധാരണ നിരക്കിലുമായിരിക്കും പലിശ. നോർക്ക ID-യുള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന പ്രവാസി കേരളീയർക്കും ഇതേ വായ്പ ലഭിക്കുന്നതാണ്. പ്രവാസി ചിട്ടിയിലെ അംഗങ്ങൾക്ക് 3% പലിശ നിരക്കിൽ 1.5 ലക്ഷം രൂപ വരെ വായ്പ നൽകും. 10,000 രൂപ വരെയുള്ള സ്വർണ്ണപ്പണയ വായ്പ നിലവിലുള്ള പലിശ നിരക്കിൽ നിന്നും 1% കുറച്ച് 8.5% പലിശ നിരക്കിൽ ലഭ്യമാക്കും. ചെറുകിട വ്യാപാരികൾക്ക് 1 ലക്ഷം രൂപ വരെ വായ്പ നൽകാനുള്ള പദ്ധതി. കാലാവധി 24 മാസം. ഡെയിലി ഡിമിനിഷിംഗ് രീതിയിൽ 11.5% പലിശ നിരക്ക്. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് പലിശ 11%. FD, ബാങ്ക് ഗ്യാരണ്ടി, സ്വർണം എന്നിവ ജാമ്യം നൽകുന്നവർക്ക് 10.5% പലിശ. വ്യാപാരികൾക്ക് 2 വർഷം കാലാവധിയുള്ള ഗ്രൂപ്പ് വായ്പാ പദ്ധതി. ഓരോ ഗ്രൂപ്പിലും 20 പേർ വീതം മാത്രമാണ് ഉണ്ടാവുക. എല്ലാ മാസവും നിശ്ചിത തുക എല്ലാവരും അടക്കണം. 4 മാസങ്ങൾക്ക് ശേഷം ആവശ്യക്കാർക്ക്
ചിട്ടി വായ്പാ പദ്ധതി, അതിൻ്റെ ഭാഗമായുള്ള തുക മുൻകൂറായി നൽകും. 4 മാസങ്ങൾക്ക് ശേഷം തുക കൈപ്പറ്റുന്ന അംഗങ്ങൾക്ക് നേരത്തെ എടുക്കുന്ന അംഗങ്ങളെക്കാൾ കൂടുതൽ തുക ലഭിക്കും. കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി എല്ലാ റവന്യൂ റിക്കവറി നടപടികളും ജൂൺ 30 വരെ നിർത്തിവെക്കും. 2019-20 പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണ ഇളവ് പദ്ധതികൾ ജൂൺ 30 വരെ നീട്ടി. പിഴപ്പലിശ ബാധകമായ എല്ലാ വായ്പാ പദ്ധതികളുടെയും 2020 മാർച്ച് 21 മുതൽ 2020 ജൂൺ 30 വരെയുള്ള കാലയളവിലെ തവണകൾക്ക് പിഴപ്പലിശ ഒഴിവാക്കി. കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത മഴയുടെ അനുഭവം നാം മറക്കാനിടയില്ല. ഒരു ദിവസത്തെ മഴ കൊച്ചി നഗരത്തെ തന്നെ വെള്ളക്കെട്ടിനടിയിലാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ട് നടപ്പാക്കിയ ഓപ്പറേഷൻ ത്രൂ പദ്ധതി കൊച്ചിയെ വെള്ളക്കെട്ടിൽ നിന്നും മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമേകാൻ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ തുടരാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. 25 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട പ്രവൃത്തികൾക്കുള്ള പദ്ധതി രേഖ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി. വിവിധ സർക്കാർ ഏജൻസികളുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ തുടർച്ചയായി ചെങ്കള നീലേശ്വരം റീച്ചിൻ്റെ വികസനത്തിനും സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. 37.268 കിലോമീറ്റർ ദൂരം 6 വരിയാക്കി വികസിപ്പിക്കാനാണ് പദ്ധതി. പദ്ധതിയുടെ മൊത്തം ചെലവ് 1197.568 കോടി രൂപയാണ്. 2.5 വർഷം കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. 40.7803 ഹെക്ടർ ഭൂമിയാണ് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത്. ജൂൺ 1 മുതൽ സ്കൂൾ അധ്യാപകർക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ പരിശീലനം നൽകാനും കുട്ടികൾക്ക് വെർച്വൽ ക്ലാസ് നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാ കേബിൾ DTH സേവനദാതാക്കളും വിക്ടേഴ്സ് ചാനലിനെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയാലാണ് കുട്ടികൾക്ക് പൂർണ്ണതോതിൽ പ്രയോജനം ലഭിക്കുക. കേന്ദ്രം പ്രഖ്യാപിച്ച സ്വയംപ്രഭ പദ്ധതിയുടെ ഭാഗമായി വിക്ടേഴ്സിനെ DTH നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മാനവവിഭവശേഷി മന്ത്രി
പ്രകാശ് ജാവേദർക്ക് കത്തയച്ചിട്ടുണ്ട്. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം 10 ലക്ഷം രൂപയുടെ ഫേസ് ഷീൽഡ് കൈമാറി. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ നിന്ന് സഹകരണ വകുപ്പ് മുഖാന്തരം ലഭിച്ചത് 151,96,00,000 രൂപ. 112,79,00,000 രൂപ ആദ്യ ഗഡുവായും 39,17,00,000 രൂപ രണ്ടാം ഗഡുവായും കൈമാറി. കോഴിക്കോട് അർബൻ സഹകരണ ബാങ്ക് 2 ഗഡുക്കളിലായി 50 ലക്ഷം രൂപ. കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് 50 ലക്ഷം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ജീവനക്കാരുടെ വിഹിതം 45,97,080. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല 33 ലക്ഷം രൂപ. വിളപ്പിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാർ 25 ലക്ഷം രൂപ. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് 23,46,856 രൂപ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ. ഫെഡറൽ ബാങ്ക് 13,44,000 രൂപ. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ. ഏലൂർ നഗരസഭ 10 ലക്ഷം രൂപ. കണ്ണിപ്പൊയിൽ ബാബു രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി മാഹി പള്ളൂരിലെ CPIM പ്രവർത്തകർ സ്വരൂപിച്ച 2,35,800 രൂപ. മൂവാറ്റുപുഴ നഗരസഭ 10 ലക്ഷം. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ CWF 4,30,123 രൂപ. അത് വലിയ പ്രശ്നമായിട്ട് വരില്ല. ഈ സാമൂഹ്യ അകലമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നടപടികൾ എടുക്കുക. പരീക്ഷ നടത്തണമെന്ന് ഇപ്പോൾ ജൂലൈയിലാണ് CBSE പരീക്ഷ. ഈ CBSE പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ എന്തായാലും എൻട്രൻസ് ഒക്കെ നടക്കുകയുള്ളൂ. ഓൾ ഇന്ത്യ അങ്ങനെയാണ്. നമുക്ക് ഇപ്പോൾ ഈ പരീക്ഷ നടത്തുന്ന ഇത്ര വാശി എന്താണ്? ഇതൊരു രാഷ്ട്രീയമായ തീരുമാനമാണ് പരീക്ഷ നടത്തണമെന്നുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മനഃപൂർവ്വം മറികടക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണോ ചെയ്യുന്നത്? ആരുടെയും നിർദ്ദേശം മറികടക്കലല്ല. ഇത് സാധാരണഗതിക്ക് നടന്നു പോകേണ്ട കാര്യമാണ്. ഇപ്പം നടത്താനുള്ള അവസ്ഥ കേരളത്തിലുണ്ട്, അതുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ CM തന്നെ പറഞ്ഞു ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ സ്കൂളുകൾ തുറക്കാൻ അനുവാദമില്ല. ഇന്നിപ്പോൾ പറയുന്ന ട്യൂഷൻ സെന്ററുകൾ നടത്താൻ അനുവാദമില്ല. അങ്ങനെയാണെങ്കിൽ സാമൂഹ്യകലം പാലിച്ച് ട്യൂഷൻ സെന്ററുകൾ നടത്താം, സാമൂഹ്യകലം പാലിച്ച് സ്കൂളുകൾ തുറക്കാം. പരീക്ഷയ്ക്കത്തേക്കും കുട്ടികൾക്ക് എത്താമെങ്കിൽ ഈ സ്കൂളുകൾ തുറക്കാൻ കുട്ടികൾക്ക് എത്തിക്കൂടെ? പരീക്ഷയ്ക്കിരിക്കുന്ന കുട്ടി സാധാരണ ക്ലാസ്സിലിരിക്കും പോലെയല്ല. നിങ്ങളും പരീക്ഷകളൊക്കെ കഴിഞ്ഞ് വന്നയാളല്ലേ. സാധാരണ അങ്ങനെയാണോ പരീക്ഷയ്ക്കിരിക്കുക? ഇത് പ്രത്യേകമായിട്ട് തന്നെ സൗകര്യങ്ങൾ ഒരുക്കും, പ്രത്യേകമായ സജ്ജീകരണങ്ങൾ ഒരുക്കും. അതിനെപ്പറ്റി യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. പരീക്ഷ മാറ്റിവെക്കാൻ തീരുമാനിച്ചത് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്നും പറയുന്നത് കോവിഡുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇപ്പോൾ കോവിഡ് കൂടുതൽ രൂക്ഷമാക്കുമ്പോൾ നമ്മൾ പരീക്ഷ നടത്താൻ പോകുന്നത് അത് കുട്ടികൾക്ക് ഭീതിയുണ്ട്, രക്ഷിതാക്കൾക്ക് ഭീതിയുണ്ട്. ഒരു ഭീതിക്കും അടിസ്ഥാനമില്ല അക്കാര്യത്തിൽ. നല്ല നിലക്ക് പരീക്ഷ നടക്കും, ഒരു ഭയപ്പാടിനും അവകാശമില്ല. മറ്റ് ജില്ലകളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളുണ്ട്, അവരെങ്ങനെ ഈ പരീക്ഷയ്ക്ക് എത്തും? അവർക്കെല്ലാമുള്ള യാത്രാ സൗകര്യം ഉണ്ടാവും, ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ക്രമീകരണം അവരേർപ്പെടുത്തണം. അങ്ങെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഗൾഫ് മേഖലയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പരീക്ഷയുടെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് സെൻറ്റർ അവിടെ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കാര്യമാണ്. കഴിഞ്ഞ മാസം ഈ 108 ആംബുലൻസുകാർ അവരുടെ വേതനം മുടങ്ങിയെന്ന് പറഞ്ഞ് പ്രതിഷേധം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ മാസവും ഇതുവരെ അവർക്ക് വേതനം ലഭിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. ഈ കരാറുകാർ വേതനം നൽകുന്നതിന് മടിക്കുന്നതാണ് ഈ വിഷയം. ഇത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് പരിഹരിക്കാൻ. അവരാണെങ്കിൽ 24 മണിക്കൂർ ഡ്യൂട്ടിയിലുള്ളവരുമാണ്. എന്താണെന്ന് പരിശോധിക്കാതെ. അതുപോലെ ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ വീണ്ടും ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് CM അതിനെ കാണുന്നത്? സർവകക്ഷി യോഗം വിളിക്കുന്നതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആവശ്യമുള്ള സമയത്ത് വിളിക്കാവുന്നതാണ്. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല.
ഇതിനകത്ത് ഒരു കാര്യം കൂടി, മറ്റേ നമ്മളെ ഒരു ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ മറ്റു ജില്ലകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ജില്ലയിൽ 10ാം ക്ലാസ് +2 പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ? എങ്ങനെ? ഇപ്പൊ കോട്ടയത്ത് പഠിക്കുന്ന കുട്ടികൾ കാസർഗോഡ് മറ്റും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം അവർക്ക് അതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു, അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. സർക്കാർ ഒരുക്കില്ലല്ലോ സിഎം. സർക്കാർ ഒരുക്കുമോ? സർക്കാർ ഒരുക്കുമെന്ന് വെച്ചാൽ അവർ സന്നദ്ധമാവണം. അവരതിന് കാര്യമായ നടപടികൾ എടുക്കുക, അതിന് അനുവാദം സർക്കാർ കൊടുക്കും. ഗുജറാത്ത് ട്രെയിൻ സംസ്ഥാനത്തേക്ക് അനുവദിച്ചെന്നും സംസ്ഥാനം അത് അനുമതി നൽകാത്തതുകൊണ്ട് ആ ട്രെയിൻ റദ്ദായെന്നുള്ള വാർത്തകളുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് വാർത്തകൾക്ക്? അവിടുത്തെ മലയാളി അസോസിയേഷൻ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞ് ചില വാർത്തകൾ പറയുന്നുണ്ട്. അതിന് വേറെ അടിസ്ഥാനമൊന്നുമില്ല. അല്ല, ട്രെയിനിൻ്റെ ആലോചന ഇവിടുന്ന് തടസ്സത്തിന് ഒരു കാര്യത്തിലുമില്ല. ഇവിടുന്ന് ട്രെയിൻ വരുന്നതിന് ഇവിടെ തടസ്സമില്ല. ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തുനിന്നും ട്രെയിനുകൾ വരുന്നുണ്ട്, ധാരാളം ട്രെയിനുകൾ ഇപ്പോൾ വരികയാണ്, അതിനകത്തൊരു തടസ്സവുമില്ല. ഇന്ന് രാത്രി 11 മണിക്ക് ഈ ചണ്ഡീഗഡിൽ നിന്നൊരു ട്രെയിൻ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു അറിയിപ്പുണ്ട്. കാര്യം ചിലർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അത് ഇവിടെ വന്നാൽ എങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥകൾ, എവിടെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ഇപ്പൊ നിൽക്കുന്നത്. രാത്രി അത്തരത്തിലൊരു 11 മണിക്ക് പഞ്ചാബിൽ നിന്നൊരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രെയിൻ വരുന്നുണ്ടോ എന്ന? അല്ല, ട്രെയിനുകൾ പലതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ട്രെയിനിൻ്റെയും വിവരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയാൽ അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. സിഎം, ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ താമസിക്കുന്ന വീട്ടിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്ന ഒരു സംവിധാനം, അത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലൊക്കെ നേരത്തെ ഫലപ്രദമാക്കിയ സംവിധാനമായിരുന്നു. അത് ഇപ്പോൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് ഇപ്പോൾ സംവിധാനം? അത് സാധാരണ നിലക്ക് അവിടെ ശ്രദ്ധിക്കുന്ന നില പൊതുവിലുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ അത് ജില്ലകൾ ചെയ്യുന്നുണ്ട്. ഹോം ക്വാറന്റൈൻ ഫലപ്രദമായി സംസ്ഥാനം നടപ്പാക്കിയതാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഹോം ക്വാറന്റൈനിലുണ്ട്. പക്ഷേ ഈ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ പുറത്തേക്ക് വരികയും അതൊരു തരത്തിൽ ചില ആശങ്കകൾ ചില ആൾക്കാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഹോം ക്വാറന്റൈൻ ഉള്ള സ്ഥലത്ത് റൂം ക്വാറന്റൈനായി മാറിയാലേ ഇതിന് നമുക്കൊരു പ്രയോജനം ഉണ്ടാകും. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അവർ റൂം ക്വാറന്റൈൻ തന്നെയാണ്, ഹോം ക്വാറന്റൈൻ അല്ല. യഥാർത്ഥത്തിൽ അവർ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയുകയാണ്. അവരുമായിട്ട് വീട്ടിലുള്ള ഏതെങ്കിലും ഒരാളാണ് ബന്ധപ്പെടുന്നത്. അയാൾ സാധാരണ നിലക്ക് പുറത്ത് അധികം സഞ്ചരിക്കില്ല. ഈ വീട്ടിനകത്തുള്ള മറ്റാളുകൾ ആരും പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നില സ്വീകരിക്കേണ്ടതായിട്ടില്ല. അത് മറ്റ് ആശങ്കയൊന്നും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടതായിട്ടില്ല. അദ്ദേഹം വേറൊരു റൂമിലിരിക്കുകയാണ്, ആ റൂമിനകത്ത് സ്വസ്ഥമായി കഴിയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനാണ് അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ മറ്റെല്ലാവർക്കും രോഗം പടർന്നു കളയുമെന്ന ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല. ഈ വെർച്വൽ സംവിധാനം വഴി ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നിലവിൽ ഈ കേബിൾ TV ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ വീടുകളിൽ അവർക്ക് ഈ പഠനം നഷ്ടമാവില്ലേ? അപ്പം അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനം എന്തെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംയുക്ത വാർത്താ സമ്മേളനം അതിൽ പറഞ്ഞത് ദുരിതകാലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊയ്ത്തുകാലമാക്കി മാറ്റുന്നു എന്നാണ്. അതായത് വൈദ്യുതി നിരക്ക് കൂടുന്നു, ബസ് ചാർജ് വർദ്ധിക്കുന്നു, പിന്നെ നാളെ മുതൽ കേരളം മദ്യശാലയായി മാറും. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കടമ്പുണ്ടോ? നാളെ മുതൽ കേരളം മദ്യശാലയായി മാറും. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? അതായത് ഇതിനകത്ത് എന്താണ് കൊയ്ത്തിൻ്റെ അവസ്ഥ വരുന്നത്? ഗവൺമെൻറ്റിന് ഇതിനെന്താണ് പ്രത്യേകിച്ച് ലാഭം ഉണ്ടാകുന്നത്? ബസ് ഓടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഈ 3 മാസത്തെ ടാക്സ് നിങ്ങൾ നൽകേണ്ടതില്ല എന്നാണ്. എന്താണ് അതിൽ ഗവൺമെൻറ് മെച്ചം? ഗവൺമെൻറ് എങ്ങനെയാണ് കൊയ്ത്ത് നടത്തുന്നത്? അങ്ങനൊരു അവസ്ഥയല്ല ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. നാട് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നു. സാധാരണ നിലക്ക് ബസ്സുകൾക്ക് അവർക്ക് അനുവദിച്ച സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അത്രയും സീറ്റുകളിൽ ഇപ്പോൾ ആളുകളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് പകുതി ആളുകളെ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ, അത് ബസ്സിൽ കയറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ബസ് ചാർജ് ഈ കോവിഡ് കാലത്തേക്ക് മാത്രമായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്. തീരെ ബസ് ഓടാതിരിക്കുന്നതിന് നല്ലതല്ലേ കുറച്ച് പൈസ വർദ്ധിപ്പിക്കേണ്ടി വന്നെങ്കിലും അതിൽ ഓടാനുള്ള സൗകര്യം കിട്ടുന്നത്? അങ്ങനെയല്ലേ ആളുകൾ ചിന്തിക്കുക സ്വാഭാവികമായിട്ട്. അപ്പോൾ എല്ലാറ്റിനെയും എതിർക്കണമെന്ന് തീരുമാനിച്ച് പുറപ്പെട്ടാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ ഇത് നാടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, നാട്ടുകാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ ബസ് ഓടാതിരിക്കുക എന്നല്ലല്ലോ ചെയ്യേണ്ടത്. എന്നാൽ ഇത് തന്നെ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാട് ഇപ്പോൾ ബസ് ഓണേഴ്സ് അസോസിയേഷനൊക്കെ എടുത്തതായിട്ട് കാണുന്നുണ്ട്. അതവർ പുനർചിന്തന നടത്തേണ്ട കാര്യമാണ്. അവർ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി, സർക്കാർ ഒത്തുകളിക്കുന്നതിന് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ
ബാറുകളിലൂടെയുള്ള മദ്യവിൽപ്പന, ഒത്തുകളിയും അഴിമതിയും എന്നൊക്കെയാണ് പ്രതിപക്ഷം. അതെല്ലാം പഴയ ശീലം വെച്ച് പറയുന്നതാണ്. നാം ഞങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. സിഎം പരീക്ഷയുടെ കാര്യത്തിൽ സിഎം പറഞ്ഞ് വിശദീകരണം നൽകി. പക്ഷേ ഇന്ന് ഇപ്പം ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുണ്ടായി, പിടിവാശിയാണ് മുഖ്യമന്ത്രിക്ക് ഈ പരീക്ഷ ഈ സാഹചര്യത്തിൽ വയ്ക്കേണ്ടതുണ്ടോ, മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ് ഇപ്പോൾ പരീക്ഷ വെച്ചതെന്നാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ആരോപിക്കുന്നത്. അത് അവർ തന്നെ തീരുമാനിക്കട്ടെ, എന്താ ഞാനല്ലല്ലോ പറയേണ്ടത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അതിർത്തി ജില്ലകളിൽ അടുത്ത സംസ്ഥാനത്ത് നേരികര ഭാഗത്ത് നാഗർകോവിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് സംസ്ഥാനത്തിൽ കടന്നു വരാൻ സൗകര്യമൊരുക്കുമോ? അത് അവർ ചോദിക്കട്ടെ, അന്നേരം ആലോചിക്കുക അതിനെപ്പറ്റി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, അപ്പോൾ ആലോചിക്കാം. അതുപോലെ തന്നെ കർണാടക കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി. ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ടൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ IT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇവിടുത്തെ പാസും എടുത്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥ എത്തിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും? അത് നേരത്തെ ഇടപെടുന്നുണ്ട്. ആ കാര്യങ്ങൾ തുറന്നും ഇടപെടലുണ്ടാവും. ശ്രമിക് ട്രെയിനുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് നമുക്ക് അതിഥി തൊഴിലാളികളെ അയക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അനുവാദം വേണമായിരുന്നു. ഇപ്പം റെയിൽവേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നമുക്കിപ്പോൾ ആളുകളെ അയക്കണമെങ്കിൽ നമുക്ക് ട്രെയിൻ റിക്വസ്റ്റ് ചെയ്യാം, ആ സ്റ്റേറ്റിന്റെ അനുവാദം വേണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത്തരത്തിൽ കൂടുതൽ ട്രെയിനുകൾ അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് ആ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട്? ഈ ട്രെയിൻ മൂവ്മെന്റ്സ് ധാരാളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നല്ലത് നമ്മുടെ കോവിഡ് വാർ റൂമുണ്ട്, അവിടെ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന നാവികരെ അവര് ഇതര സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങളിൽ സൈനിങ് ഓഫ് ചെയ്യുമ്പോൾ അവരെ അവിടെ ഇറക്കാറുണ്ട്. ഇപ്പൊ മംഗലാപുരത്ത് ഇറങ്ങിയിട്ടുള്ള നാവികർക്ക് അവർക്കാണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ ഇ-വേ പാസ് ഉണ്ട്. അതുപോലെ ഇറങ്ങുന്ന സംസ്ഥാനങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷെ തലപ്പാടി പോലുള്ള നമ്മുടെ അതിർത്തി വരുമ്പോൾ അവരെ തടയുന്നു. കാരണം അവരെത്തേണ്ടുന്ന സ്ഥലത്തെ പാസ് വേണം എന്ന് പറഞ്ഞിട്ട് തടയുന്നതായിട്ട് അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അവർ സാധാരണഗതിയിൽ ചോദിച്ചാൽ ആ പാസ് കൊടുക്കുന്നതാണ്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആരും വരാനുള്ള കാര്യങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ ബന്ധപ്പെട്ട് പാസ് വാങ്ങുക എന്നുള്ളതാണല്ലോ ഇപ്പോഴുള്ള ശീലം. അത് അവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്താൽ അവർക്ക് വരാവുന്നതാണ്. KSRTC ജീവനക്കാരിൽ ചിലർ മറ്റേ ജില്ലകളിലായി കുടുങ്ങി കിടക്കുന്നു. അപ്പം അവർക്ക് ഈ ബസ് എടുക്കുന്നതിനായി ഇങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരും. ജില്ലാ അന്തർജില്ലാ യാത്ര നടത്തുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെങ്കിലും ആളുകൾക്ക് പോകാം. പക്ഷേ പൊതു ഗതാഗതം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവരുണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഈ ഓട്ടോ ചാർജ് ചില ഇപ്പോൾ ഓട്ടോ ഓടാൻ തുടങ്ങിയതോടുകൂടി ചിലർ കൂടുതലായി മേടിക്കുന്നു എന്നൊരു പരാതി കൂടി ഉയർന്നു വരുന്നുണ്ട്. ഓട്ടോ ചാർജ് അങ്ങനെ ആളുകൾ ഓരോരുത്തർക്ക് എന്നല്ലല്ലോ ചാർജ് ഈടാക്കുന്നത്. ഒരു കിലോമീറ്ററിനല്ലേ ചാർജ്. നിങ്ങൾ 3 ആൾ നേരത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നുണ്ടെങ്കിൽ 3 ആളും ഓരോരുത്തർ ചാർജ് കൊടുക്കുകയാണോ? എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ചിട്ട് അതിനല്ലേ ചാർജ്. മിക്കവാറും എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. CM ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് പ്രതിച്ഛായ വർധനവിന്റെ ഭാഗമാണെന്നും അതിന് ഒരു PR ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും അത് ആ ഏജൻസി പറയുന്നതനുസരിച്ചാണ് CM എപ്പോൾ ചിരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിച്ഛായ വർധനവിന് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇനി വരുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാവും. അതുകൊണ്ടാണ് ഈ ചോദ്യം. അത് ശരി. നിങ്ങൾ കുറച്ച് കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നത്. ഇപ്പം പുതുതായിട്ട് വന്നതല്ലല്ലോ. ഞാനും കുറച്ച് കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല, കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയാന്നുള്ള ശീലമാണ് എനിക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? എന്നാൽ ഞാൻ ആ PR ഏജൻസിനെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടിൽ നിങ്ങളെ ചെവിട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ. അങ്ങനെയൊന്നും എൻ്റെ ചെവിട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ വരാറുണ്ടാവുമല്ലോ. അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ലേ. ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും PR ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ? എന്നെ ഈ നാട്ടിനറിയില്ലേ. മറ്റു കൂടുതൽ ഞാൻ അതിലേക്ക് പറയുന്നില്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ അത്രയും ഒരു
ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നല്ലോ എന്നുള്ളൊരു ദൗർഭാഗ്യം മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഈ 70 ദിവസത്തിനിടയിൽ 51ാമത്തെ പത്രസമ്മേളനമാണ്. ഇതും ഏതെങ്കിലും PRICയുടെ നിർദ്ദേശമാണ്? അത് നിങ്ങൾ കണ്ടെത്തുക എന്താണ്? CM ഈ പരീക്ഷകൾ മാറ്റിവെക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? കാര്യം പ്രതിപക്ഷം ആശങ്ക അറിയിക്കുന്നു, വിദ്യാർത്ഥികളുടെ ആശങ്കയുണ്ട്, രക്ഷിതാക്കൾ ആശങ്ക അറിയിക്കുന്നു. അപ്പൊ മാറ്റിവെക്കുന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ മാറ്റിവെക്കുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക, നല്ല നിലക്ക് പരീക്ഷ പാസ്സാകുക, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത്രയായി, നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും. ശരി ശരി. സംസ്ഥാനത്ത് 12 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി ഇക്കാര്യം വിശദമാക്കി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. കണ്ണൂർ 5, മലപ്പുറം 3, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ 1 വീതമാണ് ഇപ്പോൾ അത്തരത്തിൽ രോഗബാധിതർ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതർ എണ്ണം അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്.